ഇനി കൊടുവള്ളി തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. ഈ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രതിഷേധ സംഗമമുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടുവള്ളിയിൽ പ്രതിഷേധ സംഗമം നടക്കുന്നത്. കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ഉണ്ട്. രമ്യ, ഈ 7-അംഗ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവരുടെ ചിത്രങ്ങളടക്കം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പുറത്തുവിട്ടതുമാണ്. പക്ഷേ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിഷേധം എങ്ങനെയാണ്? വിവരങ്ങൾ പറയാം. സേതു, ഇന്നിപ്പോൾ വൈകിട്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം ഈ പരപ്പാറ അന്നൂസിൻ്റെ നാട്ടിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേര് പോലീസ് കസ്റ്റഡിയിലുമുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉടമകളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്നൂസിൻ്റെ പിതാവും നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ, കാരണം അന്വേഷണത്തിൻ്റെ പുരോഗതി അതുപോലെ തന്നെ ഇതിൽ തൃപ്തികരമാണ് കാര്യങ്ങൾ നമ്മുടെ അന്നൂസിന്റെ പിതാവ് തന്നെ നമ്മളോട് ഇക്കാര്യത്തിൽ പറയുന്നതാണ്. ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്നൂസിന്റെ കണ്ടെത്താനുള്ളത് എങ്ങനെയാണ്? ഈ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തിയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ നടപടി? തൃപ്തികരമാണ്. പോലീസ് അന്വേഷണം വളരെ തൃപ്തികരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങൾ. കാരണം പോലീസ് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു. ഈ സംഭവം നടന്ന് 15 മിനിറ്റ് കൊണ്ട് താമരശ്ശേരി DYSP സാർ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് തുടങ്ങി സാർ വിശ്രമിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഓഫീസിൽ അല്ലെങ്കിൽ ഫീൽഡിൽ സ്ക്വാഡായിട്ട് കറങ്ങാണ്. പിന്നെ റൂറൽ SP, പിന്നെ IG, ഇവരൊക്കെ ഉത്തരമേഖല IG, ഇവരൊക്കെ താമരശ്ശേരിയും കൊടുവള്ളിയായിട്ട് ക്യാമ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിലേക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോഴും അന്നൂസിനെ കാണാതെയായിട്ട് 5 ദിവസം പിന്നീടാണ് കിടക്കുകയാണ്. അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസ്കുകളാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസിലാണ് ഇപ്പോഴും വിശ്വാസം. പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തികരമാണ്. ഇന്നത്തെ ഒരു പ്രതിഷേധ സംഗമം എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ആവശ്യങ്ങൾ? നിങ്ങൾ ഈ അന്വേഷണം ഒന്നുകൂടി ത്വരിതപ്പെടുത്തുക, ഫാസ്റ്റാക്കുക. അതൊക്കെയാണെങ്കിൽ പോലും നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കുട്ടിയെ കിട്ടിയിട്ടില്ല. 5 ദിവസമായി. അതിൻ്റെ ഉള്ളിൽ നാട്ടുകാരും അവരെ ജനപ്രതിനിധികളും അവരുടെ ഒരു വികാരം രേഖപ്പെടുത്തുക, അധികാരികളെ അറിയിക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സേതു, ഇത് തന്നെയാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. കാരണം അന്വേഷണത്തിനെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇവർ തൃപ്തി ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ത്വരിതപ്പെടുത്തണം ഈ അന്വേഷണം. കാരണം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണത്തിനെ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഈ പരപ്പൻപാറ മേഖലയിൽ ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം നടത്തിയിട്ടുള്ളത്. ഇത് അധികാരികൾക്ക് എത്തണം, അന്വേഷണത്തിനെ എത്രയും വേഗത്തിൽ തന്നെ കണ്ടെത്തി നൽകണം എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സേതു, ശരി രമ്യ. കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ കണ്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു.